എന്തായാലും നമ്മൾ കുറേ കാലമായിട്ട് ഒരുമിച്ച് പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്തതല്ലേ, അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഹസ്ബൻഡിനെ കണ്ടെത്താൻ പറ്റണമെന്ന് നീ അങ്ങ് വിഷ് ചെയ്തേക്കാനും കൂടി അവൾ പറയുന്നു. അത് കേട്ടപ്പോൾ യാൻഷിങ്ങിന് അവൻ്റെ സകല നിയന്ത്രണവും പോകുന്നു. എൻ്റെ ആഗ്രഹം പോലെ നല്ലൊരു ഭർത്താവിനെ കണ്ടെത്തട്ടെ എന്ന് അവൻ ദേഷ്യത്തിൽ വിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷാങ്ങു അവിടെ ഇരിക്കാതെ അവിടെ തന്നെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. പക്ഷേ യാൻഷിങ് പിന്നാലെ ചെന്ന് അവളെ പിടിച്ചു നിർത്തിയിട്ട് കിസ് ചെയ്യാൻ തുടങ്ങുന്നു. ഷാങ്ങു അവനെ തള്ളി മാറ്റാൻ കുറേ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. അവൻ ബലമായിട്ട് അവളെ കിസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കുറേ നേരത്തെ ശ്രമത്തിനൊടുവിൽ അവസാനം അവൾ അവനെ തള്ളി ദൂരേക്ക് എറിഞ്ഞിട്ട് നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ നിന്നോട് തെറ്റ് ചെയ്യുന്ന പോലെയാണോ നിനക്ക് തോന്നുന്നത് എന്ന് അവൻ ദേഷ്യത്തിൽ തന്നെ ചോദിക്കുന്നു. നീ ഇവിടെ വിട്ട് പോവുകയാണെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്ന എന്തിനാണെന്ന് ഷാങ്ങുവും ദേഷ്യത്തിൽ തന്നെ ചോദിക്കുന്നു. എനിക്ക് നിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ അതിന് സാധിക്കുമായിരുന്നു. ഇത്രയും നാൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിനക്ക് സ്കോളേഴ്സ് ആയിട്ടുള്ളവരെയാണ് ഇഷ്ടമെന്നല്ലേ പറഞ്ഞത്? ആ സോനിയാൻ്റെ കാര്യമല്ലേ നീ ഉദ്ദേശിച്ചത് എന്നും അവൻ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. ഷാങ്ങു നിയന്ത്രണം വിട്ട് അവരിട്ടൊരെണ്ണം പൊട്ടിക്കുന്നു. യാൻഷിങ്ങിൻ്റെ ചുണ്ടൊക്കെ മുറിഞ്ഞ് ചോര പൊടിയുന്നുണ്ട്. ഷാങ്ങു ഒന്നും പറയാതെ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നു. പക്ഷേ യാൻഷിങ് അവളെ വിടാൻ ഉദ്ദേശമില്ലാതെ പിന്നെയും പിടിച്ചു നിർത്തിയിട്ട് വീണ്ടും കിസ് ചെയ്യുന്നുണ്ട്. ഷാങ്ങു അപ്പോഴും അവൻ്റെ പിടി വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം കുറേ നേരത്തെ ശ്രമത്തിനൊടുവിൽ അവൾ അവനെ തള്ളി മാറ്റുന്നു. അവളുടെ മുടിയിൽ കെട്ടിയിരുന്ന റിബൺ ഈ സമയത്ത് പറഞ്ഞ് അവൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അവനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഷാങ്ങുവിന് തൻ്റെ കത്തിയെടുത്ത് അവന് നീട്ടേണ്ടി വരുന്നു. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? നിനക്ക് തോന്നുമ്പോൾ ഇവിടെ വിട്ട് പോകാനും തോന്നുമ്പോൾ എന്നെ കിസ് ചെയ്യാനുമൊക്കെ നീ ആരാണ് എന്ന് അവൾ ദേഷ്യത്തിൽ ചോദിക്കുന്നു. യാൻഷൻ കുറച്ചുകൂടി മുന്നോട്ട് നിന്ന് ആ കത്തി അവൻ്റെ തൊട്ടടുത്ത് എത്തുന്ന പോലെ നിന്നിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയുന്നു. ഷാങ്ങു അതിന് കഴിയാത്തതുപോലെ നിന്നപ്പോൾ നിനക്ക് ആണുങ്ങളുടെ കാര്യത്തിൽ വളരെ മോശം ടേസ്റ്റാണുള്ളത്. ആ സോനിയാനെ പോലെ നന്ദിയില്ലാത്ത ഒരുത്തൻ്റെ കൂടെ എത്തിപ്പെടുന്നതിനേക്കാൾ നല്ലത് എനിക്കൊപ്പം വരുന്നതല്ലേ, നിനക്ക് എൻ്റെ കൂടെ വന്നുകൂടെ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നീ പറയുന്നത് ശരിയാണ്, എനിക്ക് ആണുങ്ങളുടെ കാര്യത്തിൽ വളരെ മോശം ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ അന്ന് നിന്നെ രക്ഷപ്പെടുത്തിയതെന്ന് അവൾ വിഷമത്തോടെ പറയുന്നു. എനിക്ക് ഒരു ശത്രുവുണ്ട്, ഒന്നുകിൽ അയാൾ എന്നെ കൊല്ലും അല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് അയാൾ മരിക്കണം. ഞങ്ങൾ രണ്ടുപേരിൽ ഒരാൾ മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത് എന്നവൻ പറയുന്നു. അതറിഞ്ഞപ്പോൾ ഷാങ്ങു പതുക്കെ കത്തിയൊക്കെ മാറ്റുന്നുണ്ട്. അവൻ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് നിനക്ക് 1 വർഷം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അതിനുള്ളിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ ആരെങ്കിലും നിന്നെ വിവരം അറിയിക്കും. 1 വർഷത്തിനുള്ളിൽ ഞാൻ വരുന്നില്ല എങ്കിൽ നീ വേറെ ആരെങ്കിലും വിവാഹം കഴിച്ചോളാൻ അവൻ പറയുന്നു. പക്ഷേ ഷാങ്ങു അതവൻ പറഞ്ഞു മുഴിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ എന്തിനാണ് നിനക്ക് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? സോനിയ നന്ദിയില്ലാത്തവനാണെന്ന് നീ പറഞ്ഞു, പക്ഷെ നിന്റെ കാര്യമോ? നീയും എന്നോട് അത് തന്നെയല്ലേ കാണിക്കുന്നത്? നീ ഇപ്പോൾ എന്നെ ഉപദ്രവിച്ചില്ലേ? പിന്നെ നീ പറയുന്നു നിനക്ക് എന്നോട് ഫീലിങ്സ് ഉണ്ട് എന്ന്. നിന്നെപ്പോലെ ഒരാൾക്ക് വേണ്ടി ഞാൻ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുന്നു. അവൻ്റെ മറുപടിക്കായി കാത്തു നിൽക്കാതെ വിഷമത്തോടെ അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. യാൻഷിങ്ങിന് പിന്നെ ഒന്നും പറഞ്ഞ് അവളെ പിടിച്ചു നിർത്താനോ തടയാനോ ഒന്നും സാധിക്കുന്നില്ല. അവൾ പോകുന്നത് നോക്കി വിഷമത്തോടെ അവിടെ നിന്നിട്ട് അവൻ ആ മഞ്ഞിലേക്ക് തന്നെ വീഴുന്നുണ്ട്. ഇവിടെ വെച്ചായിരുന്നു അവൾ അവനെ ആദ്യം രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ ഇവിടെ തന്നെ അവൾ അവനെ ഉപേക്ഷിച്ചിരിക്കുകയുമാണ്. കാര്യങ്ങളെല്ലാം ഒരു സർക്കിൾ പോലെ എല്ലാം തുടങ്ങിയെടുത്ത് തന്നെ അവസാനിച്ചിരിക്കുന്നു എന്നൊക്കെ അവൻ അവിടെ കിടന്ന് ചിന്തിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ യാൻഷിങ്ങും അവൻ്റെ ഗ്രൂപ്പും അവിടെ നിന്ന് യാത്ര ഇരിക്കുന്നു. കുറച്ച് ഹൈറ്റുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഷാങ്ങുവിൻ്റെ വീട്ടിലേക്ക് അവൻ നോക്കുന്നുണ്ട്. അവളെ ഒരിക്കൽ കൂടി കാണാൻ പറ്റുമോ എന്നാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാങ്ങു ഈ സമയം മുറിയിൽ അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് ജനാലയ്ക്കടുത്ത് നിന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ യാൻഷിങ്ങും അവൻ്റെ ആൾക്കാരും അവിടെ നിൽക്കുന്ന അവൾ കാണുകയും ചെയ്യുന്നു. പക്ഷേ അവളുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള പ്രതികരണമൊന്നും ഉണ്ടാവുന്നില്ല. അധികം വൈകാതെ അവൻ യാത്ര തുടരുകയും ചെയ്യുന്നു. ഷാങ്ങു തിരികെ അകത്ത് നിന്നിരിക്കുന്നുണ്ട്. മുമ്പ് യാൻഷിങ് അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവൻ അധികം സംസാരിക്കുകയൊന്നുമില്ലായിരുന്നെങ്കിലും ഇപ്പോൾ അവൻ പോയി കഴിഞ്ഞപ്പോൾ വീട് പെട്ടെന്ന് സൈലൻ്റ് ആയതുപോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഓരോ സാധനങ്ങളും അവൻ്റെ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവർ 3 പേരും കൂടി ലാൻഡൻ ഫെസ്റ്റിവലിന് പോയ സമയത്ത് സുൻ വരച്ച ചിത്രം അവിടെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അന്നത്തെ സംഭവം അവൾ ഓർക്കുന്നു. അവൻ്റെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിരിക്കുന്ന ഭാഗത്ത് അവൻ അവൾക്ക് വേണ്ടി ഒരു ചെറിയ പേപ്പറിൽ ബർത്ത്ഡേ വിഷ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നും സന്തോഷത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ഇരിക്കാനായിരുന്നു അവൻ അതിൽ വിഷ് ചെയ്തിരുന്നത്. അവനിങ്ങനെ സിമ്പിളായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് തനിക്ക് വായിക്കാൻ അറിയില്ല എന്നുള്ളത് കൊണ്ടാണോ എന്ന് അത് കണ്ടപ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് വേണ്ടി കുറച്ച് പണമൊക്കെ അവൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവൾ ഈ കശാപ്പ് ചെയ്യുന്ന സമയത്ത് അവളുടെ കൈക്ക് ഇങ്ങനെ കൂടെ പരിക്ക് പറ്റുന്നതിനാൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവളുടെ കൈക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു റിസ്റ്റ് ഗാർഡ് അവൻ തനിയെ ഉണ്ടാക്കി അതും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒന്ന് വാങ്ങാൻ കിട്ടുമോ എന്ന് മുമ്പ് ഒരിക്കൽ മാർക്കറ്റിലെ ഷോപ്പിൽ വെച്ച് അവൻ ഒരാളോട് ചോദിച്ചിരുന്നല്ലോ. പക്ഷേ സ്ത്രീകൾ ഇങ്ങനെ കട്ടുള്ള ജോലിയൊന്നും ചെയ്യാത്തതുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി അങ്ങനെ ഉണ്ടാക്കാറില്ല എന്നറിഞ്ഞ് അവൻ തന്നെ അതേപോലെ 2 എണ്ണം റെഡിയാക്കിയതാണ്. അതുപോലെ തന്നെ അവൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറേ ചെറിയ ആയുധങ്ങളും അവൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഷാങ്ങുവിൻ്റെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നു. അവൻ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ റിസ്റ്റ് ഗാർഡ് അവളെടുത്ത് ധരിച്ച് നോക്കുന്നുണ്ട്. ആ സമയത്ത് യാൻഷിങ് അടുത്ത് വന്നിരുന്ന് അത് കയ്യിൽ കെട്ടിത്തരുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വെറും തോന്നലാണ് എന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവനെ വല്ലാണ്ട് മിസ് ചെയ്തിട്ട് അവൾ അവിടെ ഇരുന്ന് ഉറക്കെ കുറേ കരയുന്നുണ്ട്. യാൻഷിങ് മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം ഈ സമയം വേശുവാന് റിപ്പോർട്ട് കിട്ടുന്നു. അതോടെ അവൻ ആകെ കലിപ്പാവുന്നു. അവൻ ഇത്രയും കാലം മറിഞ്ഞിരുന്നിട്ട് തന്നെ ഒരു വിഡ്ഢിവേഷം കെട്ടിക്കുകയായിരുന്നു എന്നൊക്കെ ചിന്തിച്ചാണ് വേശുവാൻ ഈ കലിപ്പാവുന്നത്.
യാൻഷിങ്ങിന്റെ ആർമിയാണെങ്കിൽ ഇവൻ പറയുന്നത് അല്ലെങ്കിൽ തന്നെ അനുസരിക്കാൻ തയ്യാറാവുന്നില്ല എന്നല്ലോ. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് ഒട്ടും കാര്യമില്ല. മാർക്കസ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഇവിടെ വിട്ട് പോകുന്നതാണ് നല്ലത്. തലസ്ഥാന നഗരിയിലേക്ക് തിരികെ പോകാമെന്ന് അവന്റെ തന്നെ ആൾക്കാർ അവനെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ വേശ്വാന് ഈ ഉപദേശം ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അവനെ പേടിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകണമെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ച് വേശ്വാൻ അയാളെ കൊല്ലാൻ തുടങ്ങുന്നു. വെയ്യാന്റെ വിശ്വസ്തനായിട്ടുള്ള ആൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ യാൻഷിൻ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം എത്രയും പെട്ടെന്ന് വെയ്യാന്റെ അടുത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ പ്രൈം മിനിസ്റ്ററുടെ ലക്ഷ്യം സാധിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ അയാൾ വേശ്വാനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും അച്ഛനെ ഓർത്ത് തൽക്കാലത്തേക്ക് താൻ തിരികെ പോകാമെന്ന് വേശ്വാൻ സമ്മതിക്കുന്നുണ്ട്. കൊട്ടാരത്തിൽ ഈ സമയം ജനറൽ ഹേയുടെ സൈന്യം നടത്തിയ ഈ നീക്കത്തെക്കുറിച്ചൊക്കെ ഗ്രാൻഡ് ട്യൂട്ടർ രാജാവിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. വെയ്യാനും അവിടെ ഉണ്ട്. വെയ്യാനെ കുറ്റക്കാരനാക്കുന്ന രീതിയിൽ ആണ് ഗ്രാൻഡ് ട്യൂട്ടർ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. സുയാൻഷിങ്ങിന്റെ ആക്രമണത്തെക്കുറിച്ചൊന്നും അയാൾ അറിഞ്ഞിരുന്നില്ല. ഇനി പ്രൈം മിനിസ്റ്ററുടെ എന്തൊക്കെ കുറ്റങ്ങൾ ഈ ഗ്രാൻഡ് ട്യൂട്ടർ രാജാവിന് മുന്നിൽ പറഞ്ഞെന്ന് പറഞ്ഞാലും വെയ്യാനെതിരായിട്ട് ഒരു നീക്കം നടത്താനുള്ള ധൈര്യം രാജാവിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മാർക്കിസ് ഓഫ് വുവാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം ഗ്രാൻഡ് ട്യൂട്ടർ പറയുന്നത്. വെയ്യാന് ഇതുവരെ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് അയാൾക്കിതൊരു സർപ്രൈസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷമായത് രാജാവിനാണ്. സത്യമാണോ ഇതെന്ന് ചോദിച്ച് രാജാവ് ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേൽക്കുന്നൊക്കെ ഉണ്ട്. യാൻഷൻ ജീവനോടെ തിരികെ വരുന്നത് വെയ്യാൻ അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എന്നാണ് ഗ്രാൻഡ് ട്യൂട്ടർ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ഈ തിരിച്ചുവരവ് ആഘോഷമാക്കണം, എല്ലാ ജനങ്ങളും ഇക്കാര്യം അറിയണം എന്നൊക്കെ ഗ്രാൻഡ് ട്യൂട്ടർ രാജാവിനോട് സജസ്റ്റ് ചെയ്യുന്നു. രാജാവ് സന്തോഷത്തോടെ സമ്മതിക്കുന്നുണ്ട്. ഇത് ആഘോഷിക്കാൻ വേണ്ടി ഒരാഴ്ച തന്നെ അങ്ങ് ആഘോഷമാക്കിയാലോ എന്ന് രാജാവ് ചോദിക്കുന്നു. പിന്നെ വെയ്യാന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും പേടി കാരണം എന്നാൽ പിന്നെ 5 ദിവസത്തേക്ക് ആക്കിയാലോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അതിനും വെയ്യാൻ അനുകൂലമായിട്ടൊന്നും പറയാത്ത കാരണം അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസമെങ്കിലും ആഘോഷിച്ചാലോ എന്നും രാജാവ് ചോദിക്കുന്നു. അപ്പോഴും വെയ്യാൻ ഒന്നും പറയാൻ നിൽക്കുന്ന കാരണം എങ്കിൽ പിന്നെ എത്ര ദിവസത്തെ ആഘോഷം വേണമെന്ന് രാജാവ് അങ്ങോട്ട് തന്നെ അങ്ങ് ചോദിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ആഘോഷത്തിൻ്റെ ഒന്നും കാര്യമില്ല. മാർക്കിസ് വളരെ ചെറുപ്പമാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വെയ്യാൻ അതിനെ നിസ്സാരമാക്കി കളയുന്നു. പക്ഷേ ഗ്രാൻഡ് ട്യൂട്ടർ അതങ്ങനെ തള്ളിക്കളയാൻ സമ്മതിക്കുന്നില്ല. എത്ര ചെറുപ്പമാണെങ്കിലും ഈ ചെറിയ പ്രായം കൊണ്ട് തന്നെ മാർക്കിസ് അവൻ്റെതായ നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അതിന് അർഹതപ്പെട്ട അംഗീകാരം നൽകണം എന്നൊക്കെ പറഞ്ഞ് യാൻഷിങ്ങിന് വേണ്ടി ഈ ഗ്രാൻഡ് ട്യൂട്ടർ വാദിക്കുന്നു. അങ്ങനെ അവസാനം പ്രൈം മിനിസ്റ്റർക്ക് രാജാവിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ആഘോഷങ്ങൾ നടത്തിക്കൊള്ളാനുള്ള പെർമിഷൻ നൽകേണ്ടി വരുന്നു. ഷാങ്യുവിൻ്റെ ഗ്രാമത്തിൽ ഈ സമയം മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. അവിടെയുള്ള ആണുങ്ങളെല്ലാം യുദ്ധസ്ഥലത്തേക്ക് പിടിച്ചുകൊണ്ട് പോവുകയാണ്. വലിയൊരു യുദ്ധം വരുന്നതുകൊണ്ട് ആളുടെ എണ്ണം തികയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആണുങ്ങളെല്ലാം പിടികൂടിക്കൊണ്ട് പോകുന്നത്. ആ ഗ്രാമത്തിലെ കുട്ടികളെയും സ്ത്രീകളെയും ഒഴികെയുള്ള ബാക്കി മുഴുവൻ ആണുങ്ങളെയും ഇപ്പോൾ ഇവർ ബലമായി പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇക്കൂട്ടത്തിൽ അങ്കിൾ സാഹോയുമുണ്ട്. ഷാങ്യു കുറച്ച് ദിവസമായിട്ട് യാൻഷൻ പോയതിൻ്റെ വിഷമത്തിലായത് കാരണം അവൾ ഈ സംഭവങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. തൽക്കാലം അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ അങ്കിൾ ആൻറ്റിയെ സമാധാനിപ്പിക്കുന്നു. അദ്ദേഹം ഈ പ്രായത്തിൽ ഇനി യുദ്ധഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ജീവനോടെ തിരികെ വരും എന്നുള്ള പ്രതീക്ഷ അവർക്ക് 2 പേർക്കും ഇല്ല. അതുകൊണ്ട് ഇതൊരു അവസാനത്തെ യാത്രയപ്പ് പോലെയാണ് 2 പേർക്കും. ആൻറ്റി കരഞ്ഞുകൊണ്ടാണ് അങ്കിളിനെ യാത്രയാക്കാൻ നിൽക്കുന്നത്. ആൻറ്റിയെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി ആൻറ്റിയുടെ കയ്യിൽ കിടക്കുന്നത് പോലെയുള്ള ഒരു സ്വർണ്ണവള തിരികെ വരുമ്പോൾ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് അങ്കിൾ ആശ്വസിപ്പിക്കുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജീവനോടെ ഇങ്ങനെ തിരികെ വന്നാൽ മതിയെന്ന് ആൻറ്റി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇങ്ങനെ പിടികൂടിക്കൊണ്ട് പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ ബാബുവും അവൻ്റെ ഗുണ്ടകളുമുണ്ട്. തങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ തങ്ങളുടെ കുടുംബത്തെ ആര് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നറിയാതെ വിഷമിച്ചാണ് അവർ പോകുന്നത്. ഈ സമയത്താണ് ആൻറ്റി അവിടെ നിൽക്കുന്നത് ഇവർ കാണുന്നത്. ആൻറ്റിയെ കണ്ടത് 4 പേരും കൂടി ആൻറ്റിയുടെ കാൽക്കൽ വീണിട്ട് ഷാങ്യുവിനോട് തങ്ങളുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്തോളാൻ പറഞ്ഞ് ഏൽപ്പിക്കണേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇവരെ ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നു. ആൻറ്റി ഷാങ്യുവിനോട് ഇക്കാര്യം പറയാമെന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ആശ്വാസത്തിലാണ് അവർ പോകുന്നത്. ആൻറ്റി കാങ്ങിൻ്റെ ചെറുമകനെയും ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അവനെങ്കിലും രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അവർ സോമ്യാൻ്റെ അമ്മയുടെ അടുത്ത് എത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും മജിസ്ട്രേറ്റിനോട് പറഞ്ഞ് തൻ്റെ പേരുകുട്ടി ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് അവർ കുറേ കരഞ്ഞ് പറയുന്നുണ്ട്. പക്ഷേ സോമ്യാൻ്റെ അമ്മ അവരെ നിർദ്ദയം ഉപേക്ഷിക്കുന്നു. കുറച്ച് പണം അവരുടെ മുന്നിലേക്ക് എറിഞ്ഞിട്ട് നമ്മുടെ പഴയ ഫ്രണ്ട്ഷിപ്പിനെ ഓർത്താണ് ഞാൻ ഇത് തരുന്നത്, ഇതുകൊണ്ട് പോയി സമാധാനത്തോടെ ജീവിക്കാൻ നോക്ക്, എന്തായാലും ആണുങ്ങളായാൽ രാജ്യത്തെ സേവിക്കേണ്ട ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ കൈയൊഴിയുന്നു. അങ്ങനെ ആൻറ്റി കാങ് ആകെ തകർന്നാണ് അവിടെ നിന്ന് തിരികെ പോകുന്നത്. ഷാങ്യു കുറേ വൈകി ഗ്രാമത്തിൽ തിരികെ എത്തിയപ്പോഴാണ് ഇങ്ങനെ അങ്കിളിനെയും ബാക്കിയുള്ള ആണുങ്ങളെയും എല്ലാം പിടികൂടിക്കൊണ്ട് പോയ വിവരമൊക്കെ അറിയുന്നത്. ആൻറ്റിയും വേറെ അയൽക്കാരെയും കൂടി അവളോട് ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് 2-3 ഓഫീസേഴ്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവളുടെ ഹസ്ബൻഡ് എവിടെയെന്ന് അന്വേഷിക്കുന്നു. അവർ കൊണ്ടുപോയ ലിസ്റ്റിൽ അവൻ്റെ പേരില്ലാത്തത് കാരണം അവനെ തിരഞ്ഞവർ വന്നിരിക്കുകയാണ്. അവനിവിടെ ഇല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ദൂരയാത്ര പോയി 1 വർഷം കഴിഞ്ഞ് തിരികെ എത്തുള്ളൂ എന്ന് ആൻറ്റി പറഞ്ഞിട്ട് അവർ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഇത് എപ്പോഴും എല്ലാവരും പറയുന്ന എക്സ്ക്യൂസ് ആണ് എന്ന് പറഞ്ഞ് അവർ ആ വീടിനുള്ളിൽ തിരച്ചിൽ നടത്താനായി തുടങ്ങുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും മറ്റൊരു ഓഫീസർ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ വീട്ടിലെ ആളിനെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, വഴിയിൽ വെച്ചാണ് പിടികൂടിയത്, യാൻഷങ് എന്നല്ലേ അവൻ്റെ പേര് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഷാങ്യു ആകെ ഷോക്കാവുന്നു. യാൻഷങ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയെങ്കിലും ഇവരുടെ കയ്യിൽ പെട്ടുവെന്നാണ് അവളിപ്പോൾ വിചാരിക്കുന്നത്. അവനാണെങ്കിൽ ഈ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പോടെയൊന്നും അല്ലല്ലോ പോയിട്ടുള്ളത്. അതുകൊണ്ട്
അവരിപ്പോൾ എവിടെ എത്തിക്കാണും, എനിക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുന്നു. അവരിപ്പോൾ കുറേ ദൂരം പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ലൂഷ്യൻ വരെ എത്തിയാൽ മാത്രമേ അവരെ കാണാൻ പറ്റുകയുള്ളൂ എന്ന് അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നു. എന്തായാലും ഷാങ്യു വേഗം അകത്തേക്ക് പോയി അവന് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു പൊതിയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടുന്നു. എന്നിട്ട് ഒരു കുതിരപ്പുറത്ത് അവൾ വേഗം സിറ്റി ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഗേറ്റിനടുത്ത് വെച്ച് കാവൽക്കാർ അവളെ തടയുന്നു. ആ ലിസ്റ്റിലുള്ളവരെ മാത്രമേ ഗേറ്റിന് പുറത്തേക്ക് പോകാൻ അനുവദിക്കുകയുള്ളൂ എന്ന് അവർ അറിയിക്കുന്നുണ്ട്. അങ്ങനെ അവൾക്ക് അവിടെ നിന്ന് നിരാശയായിട്ട് തിരികെ മടങ്ങേണ്ടി വരുന്നു. ഈ സമയത്താണ് നേരത്തെ പിടികൂടി നടത്തിക്കൊണ്ടുവന്നിരുന്ന അങ്കിൾ സാഹുവൊക്കെ അവിടെ എത്തുന്നത്. അങ്ങനെ ഷാങ്യു അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് വിഷമമുണ്ട്. ഈ പ്രായത്തിൽ അദ്ദേഹം പോയാൽ തിരികെ ജീവനോടെ വരില്ല എന്ന് ആശങ്ക അവൾക്കുമുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ വെറ്ററിനറി മെഡിസിനാണ് പഠിച്ചത്. പിന്നീട് ജീവിക്കാൻ വേണ്ടി കാർപ്പൻ്ററിൻ്റെ പണി പഠിക്കേണ്ടി വന്നു. അതുകൊണ്ട് എന്നെക്കൊണ്ട് സൈന്യത്തിൽ ഉപയോഗം ഉണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത്. അവിടെ എനിക്ക് മൃഗങ്ങളെ ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ ആയുധങ്ങൾ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ പറ്റുമെന്ന് പറഞ്ഞാണ് ഇവരെന്നെ പിടികൂടിക്കൊണ്ട് പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഷാങ്യു തനിക്കൊപ്പം ഉണ്ടായിരുന്ന ആ കുതിരയെ അദ്ദേഹത്തിന് നൽകിയിട്ട് അതും കൂടി അദ്ദേഹത്തിനൊപ്പം കൊണ്ടുപോകാൻ പറയുന്നു. കുതിര സൈന്യത്തിൽ വളരെ വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് അത് കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ആരും മോശമായിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധ്യതയില്ല, ഒരു സപ്പോർട്ടാവും എന്ന് പറഞ്ഞാണ് അവൾ അത് അദ്ദേഹത്തിന് നൽകുന്നത്. അവൾ ഈ അടുത്ത സമയത്ത് അതിനെ വാങ്ങിയതായിരുന്നു. അദ്ദേഹം അതിനെപ്പറ്റി അറിഞ്ഞിരുന്നില്ല. പിന്നെ അധിക സമയം സംസാരിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹത്തെ തള്ളി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ കുതിരയുമായിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഷാങ്യു പിന്നാലെ ഓടിച്ചെന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊതി കൂടി അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് യാൻഷൻ ഇവരുടെ കയ്യിൽ പെട്ടുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലൂഷ്യങ്കിൽ വെച്ച് അവനെ കാണുകയാണെങ്കിൽ ഇത് അവൻ്റെ കയ്യിലൊന്ന് കൊടുത്തേക്കണേ എന്ന് അവൾ പറഞ്ഞേൽപ്പിക്കുന്നു. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എന്തായാലും ഇത് അവൻ്റെ കയ്യിൽ എത്തിക്കാൻ ശ്രമിക്കാമെന്ന് അങ്കിൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്കിളൊക്കെ പോകുന്ന ഭാഗത്തേക്ക് നോക്കി നിന്ന് ഷാങ്യു കുറേ കരയുന്നു. വേശ്വൻ തിരികെ വെയ്യാൻ്റെ മുന്നിലെത്തി യാൻഷൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. അയാൾ ഓൾറെഡി ഇത് അറിഞ്ഞിരിക്കുകയായിരുന്നല്ലോ. അവനോട് പല കാര്യങ്ങളും ഇതിനു മുമ്പ് ഓർഡർ നൽകിയിട്ട് അനുസരിക്കാൻ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിനെ വെയ്യാൻ ചോദ്യം ചെയ്യുന്നു. വേശ്വാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി മറ്റൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യാൻഷനും ജനറൽ ഹേയും കൂടി ഇപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് എന്ന്. അതിലെന്താണ് തെറ്റ്? അവർ രണ്ടുപേരും എൻ്റെ അണ്ടറിലുള്ളവരാണ്. ഒരാൾ എൻ്റെ അനന്തരവനാണ്, മറ്റേയാൾ എൻ്റെ കീഴ് ഉദ്യോഗസ്ഥനും. അപ്പോൾ പിന്നെ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് വെയ്യാൻ ചോദിക്കുന്നു. പിന്നെ മുമ്പത്തെ ഫൈറ്റിനിടയിൽ യാൻഷങ്ങിന് നേരെ ഒളിയാൻ പറഞ്ഞത് ഈ വേശ്വാനായിരുന്നു. അത് വെയ്യാൻ ഇനെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. യാൻഷങ് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവനോട് പ്രതികാരം ചെയ്യാൻ വരുമെന്ന് പേടിച്ചാണോ അവൻ യാൻഷങ്ങിനെ ഒതുക്കാൻ ശ്രമിക്കുന്നതെന്നും വേശ്വാൻ ചോദിക്കുന്നു. ഈ സമയത്ത് വെയ്യാൻ്റെ വൈഫ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വെയ്യാൻ ഇങ്ങനെ സ്വന്തം മകനെ തള്ളി പറഞ്ഞിട്ട് അന്തരവനെ സപ്പോർട്ട് ചെയ്യുന്നത് വേശ്വാന് സഹിക്കുന്നില്ല. എന്നെ കൊന്നാലെങ്കിലും അച്ഛന് തൃപ്തിയാവുമോ എന്ന് അവൻ ചോദിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് അവൻ്റെ അമ്മ വന്ന് അവനെ പിടിച്ചു നിർത്തി അവൻ അടി കൊടുക്കുന്നു. പ്രൈം മിനിസ്റ്ററോട് ഇങ്ങനെയൊക്കെ പറയുന്നത് വലിയ തെറ്റാണ് എന്ന് പറഞ്ഞ് അവനെ ശാസിക്കുന്നുണ്ട്. സ്വന്തം ഭർത്താവായിട്ടും അദ്ദേഹത്തെ അങ്ങനെയൊന്നും വിളിക്കാതെ ഈ പ്രൈം മിനിസ്റ്റർ എന്നുള്ള സ്ഥാനപ്പേരുകൊണ്ട് ഇപ്പോഴും വിളിക്കുന്ന എന്താണെന്ന് ചോദിച്ച് വേശ്വാൻ അമ്മയുടെ നേർക്കും തിരിയുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ നീ ഇന്ന് എത്തി നിൽക്കുന്നിടത്തൊന്നും എത്തില്ലായിരുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതിയെന്ന് അമ്മ വീണ്ടും അവനോട് ശാസനയോടെ പറയുന്നു. അവൻ അതിഷ്ടപ്പെടാതെ പിണങ്ങി അവിടെ നിന്ന് പോകുന്നുണ്ട്. യാൻഷൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള വിവരം വെയ്യാൻ വൈഫിനെ അറിയിക്കുന്നു. അവർ അതിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ലൈൻ നിലനിർത്താൻ ഇപ്പോഴും ഒരാൾ ബാക്കിയുണ്ടല്ലോ എന്നവർ സന്തോഷത്തോടെ പറയുന്നു. യാൻഷൻ ജീവിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നോർത്ത് വെസ്റ്റ് അതിർത്തിയിലെ കാര്യങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്ന് വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ പോയി അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാനൊക്കെ വെയ്യാൻ തൻ്റെ അസിസ്റ്റൻറ്റിനെ ഏർപ്പാടാക്കുന്നു. യാൻഷൻ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം ജനറൽ ഹേ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവണം. എന്നിട്ടും അക്കാര്യം ഇതുവരെ ഇയാളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം ജനറൽ ഹേ മറച്ചു വെച്ചത് എന്താണെന്ന് കണ്ടെത്താനും യാൻഷങ്ങിന് ഇപ്പോൾ തന്നോട് ദേഷ്യമാണോ അതോ ഇപ്പോഴും തൻ്റെ വിശ്വസ്തനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനും ഒക്കെ വെയ്യാൻ അയാളെ പറഞ്ഞേൽപ്പിക്കുന്നു. അയാൾ പോയി കഴിഞ്ഞപ്പോൾ 17 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും ഒരു തീരുമാനമെടുക്കാനുള്ള സമയമായിരിക്കുന്നുവെന്ന് വെയ്യാൻ തനിച്ചെന്ന് പറയുന്നുണ്ട്. യാൻഷൻ ഈ സമയം മാർക്കിസിൻ്റെ യൂണിഫോമൊക്കെ ധരിച്ച് ലൂഷ്യങ്ങിലെ അവൻ്റെ ആർമി ക്യാമ്പിലേക്ക് എത്തുകയാണ്. ഗംഭീരമായിട്ടുള്ള ഒരു വെൽക്കമൊക്കെയാണ് അവന് കിട്ടുന്നത്. അവനെ സ്വീകരിക്കാനായി സുന്നും ചെല്ലുന്നുണ്ട്. കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കുന്ന കൂട്ടത്തിലാണ് അവൻ്റെ മുഖത്തെ മുറിവിനെ പറ്റി കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ജനറൽ ചോദിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തിരക്കണ്ടെന്ന് പറഞ്ഞ് യാൻഷൻ അവരെ വഴക്ക് പറയുന്നു. അവരെ പറഞ്ഞയച്ചിട്ട് സുൻ മാത്രമായിട്ട് അവനോട് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അതിനും യാൻഷൻ മറുപടി നൽകുന്നില്ല. ഷാങ്യു അവനെ അടിച്ചതാണോ എന്നായിരുന്നു സുനിന് മെയിനായിട്ട് അറിയേണ്ടത്. പിന്നെ അവർ ആർമിയുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നൽകുന്ന സമയത്താണ് വെയ്യാൻ്റെ ആളായിട്ടുള്ള വേഷം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു സ്പൈ വഴി അറിഞ്ഞ വിവരം ഒരാൾ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ വേഷം അങ്ങോട്ടേക്ക് വരണമെങ്കിൽ താൻ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം വെയ്യാൻ അറിഞ്ഞു കാണണമെന്ന് യാൻഷങ്ങിന് മനസ്സിലാവുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ അയാൾ അക്കാര്യം അറിഞ്ഞത് അവനെക്കുറിച്ച് നിരാശനാക്കുന്നുണ്ട്. ഷാങ്ഷിൻ്റെ ആൾക്കാർ അടുത്തതായി അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലത്തെ പറ്റിയൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിലും ആകാംക്ഷ സഹിക്കാൻ വയ്യാതെ ഷാങ്യു ആണോ അവനെ ഉപദ്രവിച്ചതെന്ന് ഫാൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ യാൻഷങ് അപ്പോഴും മറുപടി നൽകാതെ അവൻ്റെ കൈ പിടിച്ച് കുത്തി ഓടിക്കുന്നു.
അടുത്ത് തന്നെ ഒരു ദിവസം ഷിയാൻ ബാവറേയും കൂട്ടി ഷാങ്ങുവിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൾ വരുന്ന സമയത്ത് ഷാങ്ങു പുറത്ത് എവിടെയോ പോയിരിക്കുകയായിരുന്നു. പക്ഷേ ഇവർ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഷാങ്ങിനെയും കൂട്ടി അവൾ തിരികെ എത്തുന്നുണ്ട്. ഷിയാൻ അകത്തേക്കൊന്നും കയറാൻ നിൽക്കാതെ പുറത്ത് തന്നെ ഇരുന്നാണ് ഷാങ്ങിനോട് സംസാരിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ കാരണം അവൾ ഈ സ്ഥലം വിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടം ഒട്ടും സേഫ് അല്ല എന്ന് അവൾക്കിപ്പോൾ ഉറപ്പായിരിക്കുന്നു. അതുകൊണ്ട് സേഫായിട്ടുള്ള കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനാണ് അവൾ ഉദ്ദേശിക്കുന്നത്. ഷാങ്ങുവിനെ കൂടി അവൾ ഒപ്പം ചെല്ലാൻ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഗ്രാമത്തിൽ ആണുങ്ങളൊന്നും ബാക്കിയില്ലാത്തതുകൊണ്ട് എല്ലാവരെയും ഇങ്ങനെ തനിച്ചാക്കി പോകാൻ ഷാങ്ങു ആഗ്രഹിക്കുന്നില്ല. പിന്നെ അങ്കിൾ സാഹു മടങ്ങിയെത്തുന്നതും കാത്ത് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാനാണ് ആൻറ്റി സാഹു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൻറ്റിക്ക് കൂട്ടായിട്ട് തങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് തൽക്കാലം എങ്ങോട്ടും വരുന്നില്ല എന്ന് ഷാങ്ങു അറിയിക്കുന്നു. യാത്ര പറഞ്ഞ് പോവാൻ നേരം ബാവർ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജെയ്ഡ് ലോക്കറ്റുള്ള മാല ഷാങ്ങിന് ഗിഫ്റ്റായി നൽകാൻ തുടങ്ങുന്നുണ്ട്. ഷാങ്ങു അത് വിലപിടിപ്പുള്ളതുകൊണ്ട് വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും സാരമില്ല, ഇനി എന്നാണ് നമ്മൾ കാണുന്നതെന്ന് അറിയില്ലല്ലോ, അത് അവളുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് ഷിയാൻ കൂടി പറയുന്നു. അങ്ങനെ ബാവർ അത് ഷാങ്ങിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ച് അവന് നൽകാനായി ഷാങ്ങിൻ്റെ കയ്യിൽ വിലപിടിപ്പുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്കിൾ സാഹു പോകുന്നതിന് മുമ്പ് അവൾക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു പുൽച്ചാടിയുടെ കളിപ്പാട്ടം അവളുടെ കൈവശമുണ്ടായിരുന്നു. എനിക്കത് തന്നാൽ മതിയെന്ന് ബാവർ പറയുന്നുണ്ട്. ഇനി ഇതുണ്ടാക്കി തരാൻ അങ്കിൾ സാഹു ഇവിടെയില്ല, അതുകൊണ്ട് ഇത് അവസാനത്തേതായിരിക്കും, നന്നായി സൂക്ഷിച്ചോണം എന്നൊക്കെ പറഞ്ഞാണ് ഷാങ്ങിങ് അത് അവന് സമ്മാനിക്കുന്നത്. ഷിയാനും ഷാങ്ങുവിൻ്റെ കയ്യിൽ ചെറിയൊരു പൗച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എപ്പോഴും കൊണ്ടു നടക്കാറുള്ളതാണ്, ഇതിൽ മറ്റുള്ളവരെ ബോധം കെടുത്താൻ പറ്റുന്ന പൊടിയുണ്ട്, നിനക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഇത് ഹെൽപ്ഫുൾ ആവും, നിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായകമായേക്കും എന്നൊക്കെ പറഞ്ഞാണ് ഷിയാൻ അത് അവളുടെ കയ്യിൽ പിടിപ്പിക്കുന്നത്. അതിനുശേഷം അവർ യാത്ര പറഞ്ഞ് പോകുന്നു. എല്ലാവരും ഇവിടം വിട്ട് പോവുകയാണല്ലോ എന്ന് ഷാങ്ങിങ് ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് വിഷമത്തോടെ പറയുന്നുണ്ട്. വിഷമിക്കേണ്ട കാര്യമില്ല, പോയവരെല്ലാം ഇവിടേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് ഷാങ്ങു അവളെ സമാധാനിപ്പിക്കാനായി പറയുന്നു. ഷിയുടെ അടുത്തേക്ക് അവൻ്റെ അച്ഛൻ്റെ മെസ്സേജുമായിട്ട് ഒരാൾ വരുന്നുണ്ട്. വന്നയാൾ അവനോട് ഒട്ടും ബഹുമാനമില്ലാത്തതുപോലെ കത്ത് അവൻ്റെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന സാഹു അത് വാങ്ങി ഷിയെ ഏൽപ്പിക്കുന്നു. അവൻ എത്രയും പെട്ടെന്ന് തിരികെ എത്തണം, അവൻ്റെ പ്ലാൻ കാരണം ആ 2 ലക്ഷം രൂപയുടെ ധാന്യങ്ങൾ നഷ്ടപ്പെട്ടു, ഇനി യുദ്ധം ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ട് വേഗം തിരിച്ചെത്താൻ പറഞ്ഞായിരുന്നു അച്ഛൻ കത്തയച്ചിരിക്കുന്നത്. അച്ഛന് അവനോടുള്ള അതേ ആറ്റിറ്റ്യൂഡ് പോലെയായിരുന്നു ഈ വന്നിരിക്കുന്ന ദൂതനും. എത്രയും പെട്ടെന്ന് തിരികെ ചെല്ലാനാണ് അദ്ദേഹം ഓർഡർ ഇട്ടിരിക്കുന്നത് എന്ന് അയാൾ ഒട്ടും ബഹുമാനമില്ലാതെ പറയുന്നു. പിന്നെ സുയാൻ ഷിങ്ങിനെ കണ്ടെത്തിയോ എന്ന് ഇവൻ അന്വേഷിച്ചപ്പോൾ ഇതുവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ തിരികെ പോകാൻ തുടങ്ങുന്നു. പക്ഷേ ഈ സമയത്ത് ഷി അയാളെ പുറകിൽ നിന്ന് കുത്തി കൊല്ലുന്നുണ്ട്. അവൻ്റെ അച്ഛനോട് ഇതിന് എന്ത് സമാധാനം പറയുമെന്ന് സാഹു ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുമില്ല, നമ്മൾ ഈ കത്ത് കണ്ടിട്ടുമില്ല, പിന്നെ ആരോട് എന്ത് സമാധാനം പറയാനാണെന്ന് ഷീ ചോദിക്കുന്നു. നാളെ തന്നെ നമ്മൾ തിരികെ പുറപ്പെടും, അതിന് റെഡി ആയിക്കോളാനും പറയുന്നു. അവൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ ലൂഷ്യങ്കിലേക്കാണോ തിരികെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അവളെ കണ്ടുപിടിക്കാനാണ് പോകുന്നതെന്ന് അവൻ പറയുന്നു. ഷിയാനെയാണ് അവൻ ഉദ്ദേശിക്കുന്നത്. കൊക്കയിലേക്ക് വീണ സുയാൻ ഷിങ്ങിനെ ഒരു കൊള്ള സംഘം രക്ഷപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അവൻ അവരുടെ താവളത്തിലാണ്. അവന് ബോധം വീണപ്പോൾ പുറത്തെ ബഹളമെല്ലാം കേട്ടുകൊണ്ട് സ്ഥലം ഏതാണ് എന്നൊക്കെ അറിയാനായി അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നു. അത് കണ്ടപ്പോൾ അവന് കൊള്ളസങ്കേതമാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവൻ ഉണർന്നു ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ബോസായ ഷിസാൻ്റെ വിവാഹക്കാര്യം തീരുമാനിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ അത്യാവശ്യം സ്ട്രോങ് ആണ്, അവളെ ഫൈറ്റിൽ തോൽപ്പിക്കുന്നവർക്ക് മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ. കുറച്ചുപേരൊക്കെ അവളുമായിട്ട് ഫൈറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷേ അവൾ അവരെയൊക്കെ പെട്ടെന്ന് തന്നെ തോൽപ്പിക്കുന്നു. അവളുടെ ബ്രദേഴ്സും ഈ കൊള്ള സംഘത്തിൻ്റെ ലീഡേഴ്സാണ്. അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവൾ ഇത്ര സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നത്. സുയാൻ ഷിങ് കുറച്ച് സമയം അവിടെ നിന്ന് ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ഇനി ആരെങ്കിലും അവളെ തോൽപ്പിക്കാൻ തയ്യാറായി മുന്നോട്ട് വരാൻ ധൈര്യമുണ്ടോ എന്ന് അവർ വിളിച്ചു ചോദിക്കുന്നത്. ഞാൻ അവളുമായി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് ചെല്ലുന്നു. അവനെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് അവന് ബോധം പോലും ഇല്ലായിരുന്നു. അവൻ്റെ കൈ ഇതുവരെ ശരിയായിട്ടില്ല. അപ്പോൾ പിന്നെ അവൻ എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും? വെറുതെ ആരോഗ്യം കളയണ്ടെന്ന് എല്ലാവരും അവന് വാണിംഗ് കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ പിന്മാറാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ അവൻ ചാടി വീണ് അവളുമായിട്ട് ഫൈറ്റ് തുടങ്ങുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവൻ അവളെ തോൽപ്പിക്കുന്നുണ്ട്. തോൽപ്പിക്കുക മാത്രമല്ല, അവളോട് ഇഷ്ടമുള്ളതുപോലെ അവൻ അവളെ ഒന്ന് കിസ് ചെയ്യുകയും ചെയ്യുന്നു. അവരുടെ ബോസായിട്ടുള്ള അവളെ കൺട്രോൾ ചെയ്താൽ ഇവരെ തൻ്റെ കൺട്രോളിലാക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് അവൻ ഇങ്ങനെ ഒരു സാഹസത്തിന് തയ്യാറായത്. എന്തായാലും അത് സക്സസ് ആവുന്നുണ്ട്. അങ്ങനെ ഇവരുടെ സപ്പോർട്ട് കിട്ടിയതോടെ അവൻ ഈ കൊള്ളക്കാരെയും കൂട്ടി ഷാങ്ങുവിൻ്റെ ഗ്രാമത്തിലേക്ക് വരുന്നു. ഷിയാൻ ബാവറേയും കൂട്ടി പുറപ്പെട്ട് പോകാനായിട്ട് സിറ്റി ഗേറ്റിനടുത്തെത്തിയ സമയത്താണ് ഇവരുടെ അറ്റാക്ക് നടക്കുന്നത്. അതുകൊണ്ട് ഇവളും ഇതിനുള്ളിൽ പെട്ടുപോകുന്നു. ഒരു കൊള്ളക്കാരൻ അവളെ അറ്റാക്ക് ചെയ്യാനായി പിടിക്കുന്നുണ്ട്. പക്ഷെ അവൾ കയ്യിലുണ്ടായിരുന്ന പൊടി അയാളുടെ മുഖത്തേക്ക് ഇട്ട് തൽക്കാലം രക്ഷപ്പെടുന്നു. പിന്നെ കുറേ പേർ ഓടി വന്നപ്പോഴത്തേക്കും മറ്റൊരു ഭാഗത്ത് നിന്ന് കുറേ ആൾക്കാർ വന്ന് അവരെല്ലാം കൊന്ന് ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആ വന്നത് ഷിയുടെ ആൾക്കാരായിരുന്നു. അവർ അവളെ കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി അവൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ എത്തുന്നത് വരെ ഇത് ഷിയാണ് അതിനുള്ളിലുള്ളതെന്ന് അവൾക്കറിയില്ല. വണ്ടിക്ക് അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അവളെ മാത്രം അവർ തള്ളി വണ്ടിക്കുള്ളിലേക്ക് ആക്കുന്നു. ബാവറെ പിടികൂടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഷിയാണ് അതിനുള്ളിലെന്ന് ഷിയാൻ അറിയുന്നത്. ഈ ലോകത്ത് ഞാനല്ലാതെ നിന്നെ രക്ഷപ്പെടുത്താൻ വേറെ ആര് വരാനാണ് എന്ന് അവൻ അവളോട് ചോദിക്കുന്നുമുണ്ട്. ഈ സമയത്താണ് അവൻ്റെ
കൈവശമുള്ള ആ പെൻഡൻറ്റ് ഇവൾ കാണുന്നത്. ഇത് കണ്ടതോടെ അവൻ്റെ ഐഡൻറ്റിറ്റി അവൾക്ക് മനസ്സിലാവുന്നു. അവൾ ആരെയാണോ അവളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്, ആരെ പേടിച്ചാണോ ഇത്ര ദൂരം വന്ന് ഒളിച്ച് താമസിച്ചിരുന്നത്, എല്ലാം അവൻ തന്നെ ആയിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. മുമ്പ് മാസ്ക് ധരിച്ച ഒരു ക്രൂരനായ ആളുടെ മുഖം അവൾ സ്വപ്നം കാണുമായിരുന്നല്ലോ, അത് ഇവൻ തന്നെയായിരുന്നു. അവൻ്റെ ആ മുഖം എങ്ങനെയാണ് ചേഞ്ച് ആയതെന്ന് അവൾ അമ്പരപ്പോടെ ചോദിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മുഖം മാറ്റിയില്ലായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഇങ്ങനെ വന്ന് കാണാൻ പറ്റുമായിരുന്നു എന്നാണ് അവൻ തിരിച്ച് ചോദിക്കുന്നത്. ഇനി അവൻ്റെ കയ്യിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് അവൾക്ക് ഉറപ്പാവുന്നു. ഈ സമയത്താണ് കുറേ കൊള്ളക്കാർ അങ്ങോട്ടേക്ക് ഓടി വന്നത്. അവർ ഈ വണ്ടിയെ ആക്രമിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും സുയാൻ സിംഗ് അങ്ങോട്ടേക്ക് എത്തുന്നതിനാൽ അവൻ അവരെ തടയുന്നു. അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഷീ പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നെ ചേട്ടനവനീന് കുറേ കാലത്തിന് ശേഷം കാണുന്നതുകൊണ്ട് അതിൻ്റെ സ്നേഹപ്രകടനമൊക്കെ കാണിക്കുന്നുണ്ട്. ഷിയോട് ലൂഷങ്ങിലേക്ക് പോകാനാണല്ലോ അച്ഛൻ ഓർഡർ നൽകിയിരിക്കുന്നത്, എന്നിട്ട് അവനിതുവരെ പോയില്ലേ എന്ന് സുയാൻ സിംഗ് ചോദിക്കുന്നു. നീ കൊക്കയിലേക്ക് വീണു എന്ന് ഞാൻ അറിഞ്ഞു, നിന്നെ അന്വേഷിച്ചാണ് ഞാനിങ്ങനെ വന്നത്, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ഷീ അവൻ്റെ കാര്യത്തിൽ ഒരുപാട് കെയർ ചെയ്യുന്നത് പോലെയൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെറിയ ചില പരിക്കുകൾ മാത്രമേ ഉള്ളൂ. തൽക്കാലം ചേട്ടൻ ആദ്യം ബാക്ഷിയിലേക്ക് പോകും, അവിടെ വന്ന് നമുക്ക് ഒരുമിച്ച് ലൂഷങ്ങിലേക്ക് തിരികെ പോവാം. അച്ഛൻ എന്തെങ്കിലും കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോളാം എന്നൊക്കെ യാൻ സിംഗ് അവനോട് പറയുന്നു. അപ്പോൾ അവനിപ്പോൾ തനിക്കൊപ്പം തിരികെ വരുന്നില്ലേ എന്ന് ഷീ ചോദിച്ചപ്പോൾ, ഞാൻ വളരെ റിസ്ക് എടുത്ത് വലിയൊരു തുക ചിലവാക്കിയാണ് ഈ കൊള്ളക്കാരെ എൻ്റെ ഒപ്പം കൂടെ നിർത്തിയിരിക്കുന്നത്. എനിക്ക് ഈ ഗ്രാമത്തിൽ നിന്ന് ഒരാളെ കണ്ടുപിടിക്കാനുണ്ട്, അതിനുശേഷം ഞാൻ തിരികെ വന്നോളാം എന്നവൻ പറയുന്നു. നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ ധാന്യങ്ങൾ കളക്ട് ചെയ്യുന്ന പ്ലാനൊക്കെ കൊണ്ടുവന്നത്, പക്ഷേ മാർക്കിസ് ഓഫ് വുഹാൻ അതെല്ലാം തകർത്തു. എന്തായാലും നീ നന്നായി ശ്രദ്ധിക്കണം എന്നൊക്കെ ഷീ പറയുന്നുണ്ട്. മാർക്കിസ് ഓഫ് വുഹാനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു വീക്ക് പോയിന്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്നവൻ സന്തോഷത്തോടെ പറയുന്നു. നീ മാർക്കിസിനേക്കാളും മിടുക്കനാണ്, അവനേക്കാൾ നല്ല രീതിയിൽ നീ എത്തിപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഷീ അവനെ കുറേ പുകഴ്ത്തുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നാൽ ഈ ലോകം തന്നെ നമ്മുടെ കാൽ കീഴിലാക്കാൻ പറ്റുമെന്ന് യാൻ സിംഗ് സന്തോഷത്തോടെ പറയുന്നു. ഈ സമയത്ത് കാറ്റടിച്ച് ആ വണ്ടിയുടെ മുന്നിലുണ്ടായിരുന്ന കർട്ടൻ കുറിച്ച് മാറുന്നതിനാൽ അതിനുള്ളിലുണ്ടായിരുന്ന ചിയാൻഷേനെയും ബാവറയും അവൻ കാണുകയും ചെയ്യുന്നു. ഇവളെ കണ്ടുപിടിച്ച് ചേട്ടൻ്റെ അടുത്ത് എത്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടുപിടിയ സ്ഥിതിക്ക് ഞാൻ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞ് സുയാൻ സിംഗ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഷാങ്യുവിനെ അവൻ ആദ്യം മീറ്റ് ചെയ്തത് മജിസ്ട്രേറ്റിൻ്റെ സ്ഥലത്ത് വെച്ചാണല്ലോ, അതുകൊണ്ട് അവൾ അവിടുത്തെ കാര്യമായിരിക്കും എന്ന് വിചാരിച്ച് അവൻ ആദ്യം അറ്റാക്ക് നടത്തുന്നത് ആ സിറ്റിയിലാണ്. അവിടെ കണ്ണുകൾ കണ്ട എല്ലാവരെയും അവനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കൊള്ള സംഘവും കൂടി കൊന്നൊടുക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് ആ പ്രദേശം മുഴുവൻ ഒരു ശവപ്പറമ്പായി മാറുന്നുണ്ട്. ഷിയാൻഷിയാൻ്റെ റെസ്റ്റോറൻറ്റിലെ ഷെഫ് ലീയെയും ഷാങ്യുവുമായി പരിചയമുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാവരെയും അവനിപ്പോൾ പിടികൂടി. അവർക്ക് ആർക്കെങ്കിലും ഷാങ്യുവിനെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷെ ആരും അവളെ ഒറ്റക്കൊടുക്കാൻ തയ്യാറാവുന്നില്ല. തങ്ങൾക്കറിയില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ഓരോരുത്തരായി കൊല്ലപ്പെടുന്നു. അവസാനം മജിസ്ട്രേറ്റിൻ്റെ മകളുടെ അടുത്ത് അവൻ എത്തുന്നുണ്ട്. അവളും ഷാങ്യുവിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല. മജിസ്ട്രേറ്റിനെയും ഇവളുടെ അമ്മയും ഒക്കെ ഓൾറെഡി ഇവൻ്റെ ആൾക്കാർ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാനായിട്ട് ജീവിച്ചിരുന്നിട്ട് എന്തെടുക്കാനാണ്, എന്നെ കൂടി കൊന്നോളാൻ അവൾ പറയുന്നുണ്ട്. സുയാൻ സിംഗ് ഒട്ടും ദയയില്ലാതെ അവളെയും കൊല്ലുന്നു. ഇപ്പോൾ അവിടെ ബാക്കിയായിരിക്കുന്നത് സോങ്യാൻ്റെ അമ്മ മാത്രമാണ്. അവർക്ക് സ്വന്തം ജീവനാണ് വലുത്. ഷാങ്യുവിനെ എനിക്കറിയാം, അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവർ ഇവരെ ഷാങ്യുവിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. വീടിന് മുന്നിലെത്തിയപ്പോൾ ഇതാണ് അവളുടെ വീട് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അവന് അത്ര വിശ്വാസം വരുന്നില്ല. അവൾ ഇതിന് പുറകുവശത്തായിട്ടാണ് പന്നിയെ വളർത്താറുള്ളത് എന്നൊക്കെ അവിടെ നല്ല പരിചയമുള്ളതുപോലെ അവർ പറഞ്ഞു കൊടുക്കുന്നു. അതോടെ അവൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അവർ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവൻ തന്നെ അവരെയും കൊല്ലുന്നു. വിശ്വാസവഞ്ചന കാണിക്കുന്നവരെയാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാണ് അവൻ അവരെ കൊല്ലുന്നത്. ഷാങ്യുവുമായിട്ട് നല്ല അടുപ്പമുണ്ടായിട്ടും അവർ ഷാങ്യുവിനെ ഒറ്റക്കൊടുക്കുകയാണല്ലോ, അത് അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവരെ കൊന്നത്. ഇവരെ ഇങ്ങനെ വെറുതെ കൊന്നാൽ പോരാ, അവരുടെ ബോഡി അവിടെ കെട്ടിത്തൂക്കി മറ്റുള്ളവർക്കൊരു മാതൃകയാക്കാൻ കൂടി അവൻ ഓർഡർ നൽകുന്നുണ്ട്. ഷാങ്യുവിൻ്റെ വീടിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. സുയാൻ സിംഗ് അകത്ത് കയറി പരിശോധിച്ചപ്പോൾ അവിടെ ചുമരിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന സുൻ വരച്ച ആ ചിത്രം കാണുന്നു. അങ്ങനെ അവനത് കയ്യിലെടുക്കുന്നുണ്ട്. പിന്നെ പുറത്തിറങ്ങി ചുറ്റും പരിശോധന നടത്തുന്നു. അവസാനം ആ അണ്ടർഗ്രൗണ്ട് സെല്ലാറിൻ്റെ വാതിൽ അവൻ കാണുന്നുണ്ട്. അതോടെ അതിനുള്ളിൽ തന്നെയാണ് ആളുകൾ ഒളിച്ചിരിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നു. ശരിക്കും ആൻറ്റിയും പിന്നെ കുറേ അയൽക്കാരും കൂടി ആ സെല്ലാറിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. സുയാൻ സിംഗ് ചെന്ന് അതിൻ്റെ വാതിൽ ജസ്റ്റ് ഒന്ന് തുറക്കുന്നു. പക്ഷെ അപ്പോഴേക്കും വീടിന് മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഷാങ്യു അങ്ങോട്ടേക്ക് ചാടി വീഴുന്നു. അങ്ങനെ തൽക്കാലം അവർ സേഫ് ആവുന്നുണ്ട്. ഷാങ്യു പെട്ടെന്ന് തന്നെ അവനെ കീഴ്പ്പെടുത്തുന്നു. ഞാൻ നിന്നെ അന്വേഷിച്ച് ഇവിടെ വരെ വന്നിട്ട് നീ എന്നോട് ഇങ്ങനെ ഒട്ടും ദയയില്ലാതെ പെരുമാറുകയാണോ എന്ന് സുയാൻ സിംഗ് ഈ സമയത്ത് തമാശ പോലെ ചോദിക്കുന്നുണ്ട്. ശരിക്കുള്ള ക്രൂരത എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കൈ തറക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ നീ ഇപ്പോൾ എന്നെ കൊല്ലുകയാണെങ്കിൽ ആ സെല്ലറിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെ മുഴുവൻ എൻ്റെ ആൾക്കാർ കൊല്ലും. എന്നെ വിടാമെന്നുണ്ടെങ്കിൽ ആ ആൾക്കാരെയും നിന്നെയും ഞാൻ സ്വതന്ത്രമാക്കാമെന്ന് അവൻ പറയുന്നു. നിന്നെ ഞാൻ എന്തിനു വിശ്വസിക്കണമെന്ന് ഷാങ്യു അവനോട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് വീടിൻ്റെ മറുവശത്തായി നിൽപ്പുണ്ടായിരുന്ന രണ്ടുപേർ ഈ ഫൈറ്റിൻ്റെ ശബ്ദമൊക്കെ ചെറുതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അവർ അങ്ങോട്ടേക്ക് വരുന്ന ശബ്ദവും ഷാങ്യു കേൾക്കുന്നു. അതോടെ അവൾ പെട്ടെന്ന്
ആ നിൽപ്പൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവൻ്റെ കഴുത്തിൽ നിന്ന് കത്തി മാറ്റിയിട്ട് അവൾ മറ്റേ ചെറിയ കത്തിയെടുത്ത് അവൻ്റെ വയറിൻ്റെ ഭാഗത്തേക്ക് കുത്തി നിർത്തുന്നു. എന്നിട്ട് അവനെ തിരിച്ചു നിർത്തി അവൾ ആ ഭിത്തിയിലേക്ക് ചാരി നിൽക്കുന്നത് പോലെ നിൽക്കുന്നു. ഇപ്പോൾ അവർ നിൽക്കുന്നത് കണ്ടാൽ റൊമാൻറ്റിക്കായിട്ട് നിൽക്കുന്നതാണെന്നേ തോന്നുകയുള്ളൂ. ഈ വന്നവർക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അവളുടെ കത്തിയുടെ മുനയിലായതുകൊണ്ട് സുയാൻ സിംഗും അതിനെ സപ്പോർട്ട് ചെയ്ത് ആ രീതിയിൽ തന്നെ പറയുന്നു. ഇവനൊരു പെണ്ണിനെ അന്വേഷിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അറിഞ്ഞപ്പോൾ തങ്ങളുടെ ബോസിനെ ചതിക്കുന്നതായതുകൊണ്ട് ഇവരൊക്കെ ആദ്യം എതിർത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പ്രതികാരം ചെയ്യുന്നതിനാണ് ഞാൻ അവളെ അന്വേഷിക്കുന്നതെന്നാണ് അവൻ പറഞ്ഞിരുന്നത്. പ്രതികാരം ചെയ്യുന്നത് ഇങ്ങനെയാണോ എന്ന് ഇവരിപ്പോൾ ചോദിക്കുന്നു. ഈ രീതിയിലും പ്രതികാരം ചെയ്യാമല്ലോ, ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അപ്പുറത്തേക്ക് പോകാൻ സുയാൻ സിംഗ് അവരോട് പറയുന്നു. അങ്ങനെ അവർ മറുഭാഗത്തേക്ക് പോകുന്നു. അവൻ അവളോട് കുറച്ചുകൂടി അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ കത്തികൊണ്ട് ഒന്നമക്കി അവനെ തടയുന്നു. മാർക്കിസ് ഓഫ് വുവാൻ ഈ നിൽപ്പ് കണ്ടാൽ അവൻ്റെ ഹൃദയം തകർന്നു പോകുമല്ലോ എന്ന് അവൻ ഈ സമയത്ത് പറയുന്നുണ്ട്. മാർക്കിസ് ഓഫ് വുവാനും ഞാനുമായിട്ട് എന്ത് ബന്ധമാണെന്ന് ഷാങ്യോ ഒന്നും മനസ്സിലാവാതെ ചോദിക്കുന്നു. നീ മാർക്കിസിന്റെ പെണ്ണാണെന്ന് ഇനിയും സമ്മതിക്കാൻ തയ്യാറല്ലേ എന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ കരുതിയത് അവിടെ മുമ്പ് അവൾ മാർക്കിസിന് വേണ്ടി റെഡിയാക്കിയിട്ടുള്ള മെമ്മോറിയൽ ടാബ്ലറ്റ് ഇരിപ്പുണ്ട്, അത് കണ്ടിട്ടായിരിക്കും ഇവനിങ്ങനെ പറയുന്നതെന്നാണ്. അതുകൊണ്ട് ഞാൻ മാർക്കിസിന്റെ പെണ്ണ് തന്നെയാണ്, അതിന് നിനക്ക് എന്ത് വേണമെന്ന് അവൾ ചോദിക്കുന്നു. തൻ്റെ ഭർത്താവായിട്ടുള്ള യാൻ ചെങ്ങാണ് മാർക്കിസ് എന്ന് അവൾ അറിയുന്നില്ലല്ലോ. മാർക്കിസാണോ ഞാനാണോ സ്ത്രീകളെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ മിടുക്കനെന്ന് നിനക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്ന് ചോദിച്ച് അവൻ അവളുടെ മുഖത്തൊന്ന് തലോടുന്നുണ്ട്. ഷാങ്യോ ആ കത്തി ഒന്നുകൂടി മുറുക്കിയതോടെ അവന് നന്നായി വേദനിക്കുന്നു. അങ്ങനെ അവൻ പിടിവിടുന്നു. മര്യാദയ്ക്ക് എന്നാൽ നിനക്ക് കൊള്ളാമെന്ന് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് അവനെയും കൊണ്ട് മുൻവശത്തേക്ക് പോകുന്നു.